ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ 2025 ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ മുത്തപ്പനെ കാണാൻ പോകുന്നത് തന്നെ ഇട്ടേക്കാന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ്. അപ്പോൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കലാന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ. ഒരാളിതാ ടോയ്സ് എല്ലാം നോക്കിക്കൊണ്ടേ പോകലാന്ന്. അവിടേക്ക് കയറുന്ന വഴിക്ക് തന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി അവളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഞായറാഴ്ചയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 7 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറലാണ്. അവിടെ മുത്തപ്പനും വെള്ളാട്ടം ഉണ്ടായിരുന്നു. സൺഡേ ആണ് മുത്തപ്പൻ ഉണ്ടാവുക. ബാക്കി എല്ലാ ദിവസവും തെയ്യം ഉണ്ടാവും. വെള്ളാട്ടം മാത്രമാണ് ഉണ്ടാവുക. വൈകുന്നേരമാണെന്ന് തോന്നുന്നത്. ഇവിടെ തെയ്യത്തിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ 8:30 വരെയാണ്. അപ്പോൾ ആ സമയങ്ങളിലാണ് തെയ്യം ഉണ്ടാവുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഓപ്പൺ ആയിരിക്കും. ലഞ്ചൊക്കെ ഇവിടെ കിട്ടും. പക്ഷേങ്കിൽ തെയ്യം ഒന്നും ഉണ്ടാവില്ല. ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാലും കൈയൊക്കെ കഴുകേണ്ടിയിട്ട് പുഴേൻ്റെ സൈഡിലേക്ക് പോകലാണ്. അപ്പോൾ അവിടെ നിന്ന് കാലും കൈയൊക്കെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ മടപ്പുരേൻ്റെ ഉള്ളിലേക്ക് കയറുക. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. വെള്ളത്തിൽ കാല് കുത്തുമ്പോൾ എന്താ പറയുക, മോളിങ്ങനെ കിടുകിടാ വറക്കുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ച് അതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇവിടെ പുറത്തുനിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടുന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് നേരെ മുത്തപ്പനെ കാണാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിൽ പിന്നെ നമുക്ക് ഫോണ് ഉപയോഗിക്കാൻ പറ്റൂല. ഫോട്ടോയും വീഡിയോസും ഒന്നും എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചെടുത്തിന്. അപ്പോഴേക്കും അവിടെയുള്ളവർ കണ്ട് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നേർച്ചയ്ക്ക് ഇരുന്നിട്ടായിരുന്നു ഉള്ളത്, മുത്തപ്പനും വെള്ളാട്ടവും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം തുള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്താ പറയുക, കുറച്ച് നേരം ദൈവത്തിനെ കണ്ട് എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേർച്ച കൊടുക്കാൻ നിന്നില്ല, നല്ല തിരക്കായിരുന്നു, പറ്റൂലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് നേരെ പ്രസാദം വാങ്ങേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. അവിടെ 7:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിൽ കയറി അവിടുത്തെ ചായ ആദ്യം തന്നെ കിട്ടി. ഈ അച്ചാച്ചൻ ചെയ്യുന്നതാണ്ടാ, നല്ല രസമില്ലേ കാണാൻ. നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യം അത്. കയ്യിൽ നിന്ന് പോയാൽ പോയിന്ന്. അങ്ങനെ നമുക്ക് ഇരിക്കാനും സീറ്റ് കിട്ടി. അതിന് ശേഷം അവിടുത്തെ വൻപയറും തേങ്ങാപ്പൂളും അങ്ങനെയുള്ള അതൊക്കെ തന്ന് അതൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വെയിലിന് അങ്ങനെ ഒരു ചൂട് എന്ന് പറയാനില്ലായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ ബോട്ടിലേക്ക് പോയി. ബോട്ട് സർവീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പൈസ വേണ്ട. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരുന്നു ബോട്ടിനകത്ത്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on.
നമ്മൾ കണ്ണൂർക്കാർ തന്നെയാണെങ്കിലും ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പം പറശ്ശിനിക്കടവെന്ന് മുത്തപ്പനെ കാണുന്നത്. ഈ ബോട്ട് സർവീസിലൊക്കെ ആദ്യമായിട്ട് കയറുന്നതാണ്, ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എന്താ അറിയില്ല, മുത്തപ്പന് വെള്ളാട്ടം ഒന്നും ഇല്ലായിരുന്നു, തെയ്യം ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വന്നിട്ട് തിരിച്ചു പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബോട്ട് സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് കരയിലേക്ക് തന്നെ എത്തി. അതിനുശേഷം ഇത് അവിടുന്ന് ഉപ്പിലിട്ട കൈതച്ചക്കയും പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഓരോ കൈതച്ചക്കയൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നല്ല രസമാണ് അവിടുന്ന് ഫോട്ടോസ് എടുക്കാതെ. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ചായ കുടിക്കേണ്ടിയിട്ട് നേരെ അവിടെയുള്ളൊരു ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ അവിടുന്ന് പൂരിയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയും പിന്നെ നമ്മൾ ഗീ റോസ്റ്റും കറിയും അങ്ങനെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല പൂരിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടിന്. പിന്നെ അങ്ങനെ ഗീ റോസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ എന്താ പറയുക, ചട്നി വേറെ വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയുള്ളൊരു ചട്നി കഴിക്കുന്നത്. അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല വലിയ ദോശയായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അതൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. ചട്നിയൊക്കെ പിന്നെ ചോദിച്ചിട്ട് ഇല്ലായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Fire went out, lights went down when ഇവിടുത്തെ ഓരോ സ്റ്റോളുകളും കാണാൻ ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ മോൾക്ക് ടോയ്സ് വേണമെന്ന് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് ഓരോ ടോയൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നത് നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് പോകേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് നല്ല സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, കുറേ കയറാനുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതും കയറുന്നത്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കയറി പോകണം, കുറേ ചവിട്ടാനുണ്ട്, നല്ല ക്ഷീണമായിനി. അതിനുശേഷം നമ്മൾ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.